ജീവഭയം എന്ന് പറഞ്ഞാൽ എന്നെ വിജയവാഡയ്ക്ക് മൊഴി കൊടുത്തതിൻ്റെ പേരിൽ കൊണ്ടുപോയപ്പോൾ പ്രോൺശാളമ്മ അവിടെ വെച്ചും പറഞ്ഞു, ഇത് മൊഴിയൊക്കെ കൊടുത്തത് നിസ്സാര കാര്യമൊന്നുമല്ല, എല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കും എന്ന്, എല്ലാവരും നിരീക്ഷിക്കും, അപകടം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, മൊഴി കൊടുത്തതിൻ്റെ പേരിൽ കുര്യാക്കോസ് കാട്ടുതറ അച്ഛൻ ഒരു അപകട മരണം പോലെ മരിച്ചതുപോലെ ഫ്രാങ്കോയുടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ ആൾക്കാർ എന്നെ അന്വേഷിക്കുകയോ എനിക്കെന്തെങ്കിലും അപകടം വരുത്തുകയോ ചെയ്യുമോ എന്ന് വിജയവാഡ വെച്ച് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ അമ്മച്ചിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ പ്രോൺശാളമ്മ എന്നോട് ഇത്രയും കടുങ്കൈയായി ചെയ്തതും, പ്രോൺശാളമ്മ എന്നെ നിരീക്ഷിക്കാൻ ആളെ നിർത്തിയതും, മഠത്തിൽ മരുന്ന് തരാതിരുന്നതും, മറ്റ് ചിലവുകൾ തരികയില്ലാന്ന് മദറിനെ കൊണ്ട് പറയിച്ചതും, ഇവർ മിണ്ടാതെ നടക്കുന്നതും എല്ലാം ഓർത്തപ്പോൾ എനിക്ക് ജീവൻ ഭയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലായത്. ഭയമുണ്ട്, കാരണം ഈ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് തിരിയുന്നുണ്ട്. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷേ ഈ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ എന്നോട് ചെയ്യുന്ന പ്രവൃത്തികളും എന്നോട് പറയുന്ന വാക്കുകളും, എനിക്കിപ്പോൾ കഴിയേണ്ടി വന്ന വീടില്ല, പുറത്തു പോ എന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്നെല്ലാം എനിക്ക് ജീവാപായമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ പേര് ബിഷപ്പിന് അറിയാവുന്നത് കൊണ്ട് ഞാനാണ് സിസ്റ്ററിൻ്റെ അവിഹിത ജീവിതം ഉണ്ടെന്നുള്ള ദുരാരോപണത്തിൽ വേദപാഠം പഠിപ്പിച്ചതിന് മാനസാന്തരം ഉണ്ടാകാൻ ഇടയാക്കിയതെന്നൊക്കെ പിതാവ് കേസിൽ ചേർത്തത് കൊണ്ടാണ് പോലീസുകാർ എന്നെ അന്വേഷിച്ച് വന്നത്. എൻ്റെ അനുഭവത്തിൽ ആ സിസ്റ്റർ അങ്ങനെ ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്നതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സിസ്റ്റർ കുറവിലങ്ങാട് മഠത്തിൻ്റെ സുപ്പീരിയറായി വന്നതിന് ശേഷം എനിക്ക് കേരളത്തിൽ സ്ഥലമാറ്റം കിട്ടി. വല്ലപ്പോഴും ഇവിടെ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ കുറവിലങ്ങാട് പോയി ആ സിസ്റ്ററിനോട് കണ്ട് സംസാരിക്കാനും ഓരോ സാഹചര്യത്തിൽ ക്ഷണിക്കുമ്പോഴൊക്കെ പോകാനും ആ സിസ്റ്ററിനെ ഒരു ആത്മീയ കൂട്ടുകാരിയെ പോലെ ഞങ്ങൾ ജീവിതയാത്ര നയിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് 2015 കുറവിലങ്ങാട് മഠത്തിൽ ചെന്ന പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോൺവെൻറ്റിലെ കിച്ചൺ വർക്ക് മുടങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഇത് വർക്കുകളൊക്കെ പൂർത്തിയായല്ലോ, എല്ലാ കാര്യവും നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഒത്തിരി ദുഃഖിതയായി വിഷമിച്ച് കരഞ്ഞു. അപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് സിസ്റ്റർ ഈ തനിക്ക് നേരിട്ട ദുരനുഭവം ആദ്യമായി എന്നോട് പറയുന്നത്. അതൊരു വലിയ വേദനയുള്ള ഒരു സംഭവമായിരുന്നു. ഒത്തിരി പ്രയാസങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലും ആത്മാവിലും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ സിസ്റ്ററിനെ കൈവിടുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് തുടർന്നും ആ സിസ്റ്ററിനോടൊപ്പം ആത്മീയ യാത്ര തുടരുകയും വിശ്വാസ ജീവിതത്തിലും തുടർന്നുള്ള ആത്മീയ ജീവിതത്തിലെ വഴിത്താരയിൽ സഹായിക്കാനും ദൈവം എന്നെ ഉപകരിപ്പിച്ചിരുന്നു. പക്ഷേ ആത്മീയ ഷെയറിങ് ആയതുകൊണ്ട് പുറത്ത് മറ്റാരോടും ഞാനിത് പങ്കുവച്ചിട്ടില്ല. ഇതേ തുടർന്ന് ഞാൻ ഈ സിസ്റ്റേഴ്സിന് സപ്പോർട്ടാകുമെന്ന് ഞങ്ങളുടെ പ്രോവിൻസിലെ പല സിസ്റ്റേഴ്സിനും മേജർ സുപ്പീരിയേഴ്സിനും അറിവുണ്ടായതിനാൽ ഈ സിസ്റ്റേഴ്സ് സമരപ്പന്തലിൽ പോയ സമയത്ത് ആന്ധ്രയിലെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ഒരു സിസ്റ്റർ എൽസിൻ്റെ മരിച്ചടക്ക് വന്നതിനാൽ ഞാൻ അവിടെ ആ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സിസ്റ്റേഴ്സ് സമരപ്പന്തലിൽ ഇറങ്ങിയതിനാൽ നമ്മുടെ ലിസി വടക്കേലിൻ്റെ ആത്മീയ ശിഷ്യരാണ്, ലിസിയും അവരുടെ കൂടെ പോകുമായിരിക്കും എന്ന് പറഞ്ഞ് അവർ തന്ത്രപൂർവ്വം എന്നെ ആന്ധ്രയിൽ നിർത്തി. ഇങ്ങനെയാണ് പറഞ്ഞത്: ജനറാളമ്മയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ സന്ദേശം കിട്ടി, ലിസി വടക്കേലിനെ ഉടനെ കേരളത്തിലേക്ക് വിടണ്ട. ഈ വാക്ക് എന്നോട് പറഞ്ഞു പോകാനായിട്ട്, കേരളത്തിൽ പോകാനായിട്ട് എടുത്ത ടിക്കറ്റ് മാറ്റിയെടുക്കണം എന്ന് ജനറാളമ്മയ്ക്ക് സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൊഴി കൊടുക്കാതിരിക്കാൻ അവർ ഉദ്യമിക്കുന്ന കാര്യമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ പെട്ടെന്ന് അവരോട് മറുതലിച്ച് ഞാൻ പോന്നാൽ ഈ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ ദുർഘടമായിട്ടും എതിരായിട്ടും എനിക്കെതിരെ പ്രവർത്തിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ശാന്തമായി അവർ പറഞ്ഞതുപോലെ അനുസരിച്ചു.
2 മാസത്തെ ചികിത്സ കഴിഞ്ഞ് കേരളത്തിലെത്തിയപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യം പോലീസ് അറിയിച്ച് അതിനുള്ള സാഹചര്യവും വന്നു. എന്നാൽ ഈ കാര്യം സുപ്പീരിയേഴ്സിനോട് പറഞ്ഞാൽ അവർക്ക് ഇത് വളരെ എതിർപ്പുള്ള കാര്യമാണെന്നറിഞ്ഞതിനാൽ ഞാൻ അവരിൽ നിന്ന് മറച്ചു വെച്ചു, ഉടനെ പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് എനിക്ക് ഇത് പറയാനായിട്ട് അവസരമുണ്ടായത്. ഫെബ്രുവരി 5-ന് ഞാൻ മൊഴി കൊടുത്ത കാര്യം പഴയ പ്രൊവിൻഷ്യലിനോട് പറയുകയും പുതിയ പ്രൊവിൻഷ്യലിനോട് എഴുതി അറിയിക്കാൻ നിർദ്ദേശിച്ചതിനാൽ പെട്ടെന്ന് എഴുതി അറിയിക്കുകയും ചെയ്തു. 6-ാം തീയതി അവർ ഈ എഴുത്ത് കൈപ്പറ്റിയെന്നും അറിയിച്ചു, വായിച്ചില്ല എന്ന് പറഞ്ഞു. 7-ാം തീയതി വീണ്ടും രാത്രിയിൽ സിസ്റ്റർ ലിസി കൊടുത്തുവിട്ട എഴുത്ത് വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ വിജയവാഡയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടു. എൻ്റെ അനാരോഗ്യം അറിയിച്ചപ്പോൾ സാരമില്ല, ഒരു സിസ്റ്ററിനെ കൂട്ടുവിടാം, വേഗം വരണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അവിടെ 10-ാം തീയതി എത്തി സിസ്റ്ററിൻ്റെ മുമ്പിൽ, പ്രൊവിൻഷ്യാളിൻ്റെ മുമ്പിൽ സംസാരിച്ചപ്പോൾ പ്രൊവിൻഷ്യാൾ പറഞ്ഞു, ലിസി മഠത്തിൽ വെച്ച് മൊഴി കൊടുക്കാതിരുന്നത് തെറ്റായി, സിസ്റ്റേഴ്സിനെ അറിയിക്കാതിരുന്നത് തെറ്റായി, ഇതൊക്കെ വളരെ സഭയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ലിസി എന്തിനാണ് പുറത്ത് ഇരുന്ന് മൊഴി കൊടുത്തതെന്ന് കാര്യകാരണ സഹിതം പറയണം. അതുമാത്രമല്ല, ഒരു ഭാഗം മാത്രമേ ലിസിക്ക് അറിയത്തുള്ളൂ. ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒത്തിരി അറിയാവുന്ന ഒത്തിരി അച്ഛന്മാർ എനിക്ക് നല്ല പരിചയമുള്ളവരുണ്ട്, അവർ പറയുന്നതും കൂടെ ലിസി കേൾക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്ററിനെതിരായിട്ട് ബിഷപ്പ് ഫ്രാങ്കോയും PRO പീറ്റർ കാവുമ്പറോ അച്ഛനും ഒക്കെ പറയുന്ന കാര്യം ഞാൻ കേട്ടിരുന്നത്. അതേ കാര്യം തന്നെ പ്രൊവിൻഷ്യാളമ്മ എന്നോട് ഒരു മോശമായ വളരെ വിശദീകരണത്തോടു കൂടിയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് എന്നെ മൊഴി മാറ്റിക്കാൻ വേണ്ടി എടുക്കുന്ന തന്ത്രമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാനത് എതിർപ്പൊന്നും കാണിക്കാതെ നിശബ്ദമായി കേട്ടു. 10-ാം തീയതി എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ലിസി എനിക്ക് 2 എഴുത്ത് തന്നല്ലോ, ഇനി ഞാനും ഒരു എഴുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു പേപ്പർ കൊണ്ടുവന്ന് എഴുതി എൻ്റെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇംഗ്ലീഷിലല്ലേ, എനിക്ക് ഇംഗ്ലീഷ് വശമല്ലല്ലോ, ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ വായിച്ചോ, പിന്നീട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് തന്നു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ജ്യോതി ഭവനിൽ നിന്ന് വിജയവാഡ കമ്മ്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ഓർഡറാണ്. അതിലെഴുതിയിരിക്കുന്നത് 5-ാം തീയതിയും 10-ാം തീയതിയും ലിസി തന്ന എഴുത്തിൻ്റെ വെളിച്ചത്തിൽ ലിസിക്ക് ജ്യോതി ഭവനിലെ ഒരു സുവിശേഷ വേലയുടെ ശുശ്രൂഷയുമില്ല, അതുകൊണ്ട് എല്ലാ ശുശ്രൂഷയിൽ നിന്നും വിത്ഡ്രോ ചെയ്യുന്നു, ഒരു മിനിസ്ട്രിയും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ ഫോണും ഇനി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ 10-ാം തീയതി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ച ഫോൺ പിന്നീട് തന്നില്ല. ചെക്ക് ചെയ്തിട്ട് തരുമെന്ന് വിചാരിച്ച് എൻ്റെ ഫോൺ മേടിച്ചല്ലോ എന്ന് പറഞ്ഞ ആ ഫോൺ ചോദിച്ചപ്പോൾ ഇനി ഫോൺ ഉപയോഗിക്കേണ്ട, ഫോൺ തരികയില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഇനി ഈ കമ്മ്യൂണിറ്റിയിലെ അംഗമാണ്, ഇവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചതിക്കപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ഏതെങ്കിലും റിയാക്ഷൻ കാണിച്ചാൽ കൂടുതൽ പ്രതികാരത്തോടെ ഇവർ നടപടിയെടുക്കുമെന്ന് എനിക്കറിയാം. കാരണം സെപ്റ്റംബർ 9 മുതൽ എനിക്കെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ ഇവരെന്നെ പഴയ പ്രൊവിൻഷ്യാളും ഇപ്പോൾ വന്ന പുതിയ പ്രൊവിൻഷ്യാലായ സിസ്റ്റർ അൽഫോൻസ അബ്രാഹവും പരിശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതിനാൽ ഞാൻ ഒരു പ്രത്യേക കാര്യവും പ്രതികരണമൊന്നും കാണിക്കാതെ അവിടെ കഴിഞ്ഞു. ആ സമയത്താണ് 82 വയസ്സായ എൻ്റെ അമ്മച്ചിക്ക് എല്ലിൻ്റെ പൊട്ടൽ കൊണ്ട്, എളിയുടെ എല്ല് പൊട്ടിയത് കൊണ്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സോഡിയം കുറഞ്ഞ് ബുദ്ധിമുട്ടുള്ള അമ്മച്ചിക്ക് വീണ്ടും യൂട്രസിൽ മുഴ വളർന്ന് ഒരു വലിയ ഓപ്പറേഷൻ ആവശ്യമായി വന്നെന്ന് പറഞ്ഞത്. ആ ഓപ്പറേഷൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി കേരളം കാണിക്കുകയില്ല, 13 കൊല്ലം കേരളത്തിൽ കൂടെ നടന്ന് കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ശാസിച്ചു. കൂട്ടുമുറി ഭക്ഷണശാലയുടെ അടുത്തിരുത്തി വേറൊരു സിസ്റ്ററിൻ്റെ കൂടെ ഇരുത്തി എന്നെ കണ്ടമാനം ശാസിച്ചു. ഞാനും പ്രകോപിച്ച് അവരോട് പറഞ്ഞു, ഈ മൊഴി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ സത്യം സംസാരിച്ചതിന് എനിക്കിങ്ങനെ ഞെരുക്കം വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഒരു അനുനയമോ കോംപ്രമൈസിനൊന്നും പോവുകയില്ല, എനിക്കറിയാവുന്ന സത്യം ഞാൻ പറയും എന്നും പറഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു.
അന്നേരം അവർ പറയുകയാണ്, സിസ്റ്റർ ലിസി സത്യം പറഞ്ഞ് ബിഷപ്പിനെ ശിക്ഷിച്ചാൽ ലിസിക്ക് തൃപ്തിയാകുകയല്ലേ, ലോകത്തിലുള്ള എല്ലാവരും വിശ്വാസികൾ നശിച്ചു പോകും, ബിഷപ്പ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ടാൽ അതുകൊണ്ട് ലിസി ഇത് ഒതുക്കണം, പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 5 സിസ്റ്റേഴ്സ് സമരം ചെയ്ത് ഈ ഒരു പീഡനവിധേയായ സിസ്റ്ററിനെ സ്നേഹത്തോടെ ആ സിസ്റ്ററിന് വേണ്ടി നീതി കിട്ടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇത്ര നന്നായിട്ടറിയാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഞാനൊരു കപടസാക്ഷ്യം ചെയ്താൽ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബോധ്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണെങ്കിലും ആ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ മൊഴി കൊടുക്കാൻ പോരുമെന്ന് പറഞ്ഞ് ഞാൻ അവരോട് സമ്മതിക്കാതെ പിറ്റേ ദിവസം ഞാൻ പോന്നു. എൻ്റെ മഠത്തിൽ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തരുമില്ല. പ്രമേഹ രോഗം ഉള്ളതുകൊണ്ട് പഥ്യഭക്ഷണം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന കിച്ചണിലെ കൊച്ചിനെ 1-ാം തീയതി തൊട്ട് കാണുന്നില്ല. അല്പസ്നേഹത്തോടെ എന്നോട് ഇടപെടുമായിരുന്ന മാർഗറ്റ് മേരി സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററിനെ 5 ദിവസമായിട്ട് കാണുന്നില്ല. എന്തിയെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ അവധിക്ക് പോയി എന്നൊക്കെ പറഞ്ഞുള്ളെങ്കിലും പിന്നീട് ഞാൻ അറിഞ്ഞു സിസ്റ്ററിനെ വിജയവാഡയ്ക്ക് കൊണ്ടുപോയതായിരിക്കുമെന്ന്. പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഇതുവരെ പരിചയമായി സംസാരിച്ചുകൊണ്ടിരുന്നവരൊക്കെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ശത്രുവായിട്ട് സഭാവിരോധിയായി എന്നെ കണ്ട് എന്നോടും സംസാരിക്കാറ് പോലുമില്ല. എൻ്റെ മഠത്തിലുള്ള മദറും അസിസ്റ്റൻ്റ് മദറും ഇപ്പോൾ പ്രൊൻഷാളമ്മയുടെ കൂട്ടുകാരിയായിട്ട് എന്നെ നിരീക്ഷിച്ച് വാർത്ത കൊടുക്കാനായിട്ട് ഒരു സിസ്റ്ററിനെ വെച്ചിട്ടുണ്ട്, സിസ്റ്റർ റാണിറ്റോ. അവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയും. ഞാൻ ചോദിച്ചാലും ഉത്തരം പറയല, എന്നോടൊന്നും മിണ്ടുകയില്ല. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി തന്നെയാണ് അവിടെ താമസിക്കുന്നത്. കാരണം എനിക്ക് അവകാശമില്ല അവിടെ ജീവിക്കാൻ. ഞാനൊരു ചപ്പും ചവറും പോലെ കഴിയുകയാണ് എന്ന് പറഞ്ഞ് അവിടെ വിചാരിച്ച് അവർ കഴിയുകയാണ്, അവർ മിണ്ടുന്നില്ല. കൂടാതെ എനിക്ക് 16,000 രൂപയുടെ മരുന്ന് തന്നിട്ടുണ്ട്, ഞാൻ സുഗമമായി ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പ്രമേഹത്തിന്, ആർത്തറൈറ്റിസ്, കൊളൈറ്റിസിനും, സന്ധിവാതത്തിനും, കൊളസ്ട്രോളിനും ഒക്കെയുള്ള ഗുളിക 3 മാസത്തേക്ക് ഇഞ്ചക്ഷനും ഗുളികയും തന്നിരിക്കുന്നത് 16,000 രൂപയുടെ മരുന്നുണ്ട്. അത് നിത്യരോഗത്തിൻ്റെ മരുന്നാണ്. അത് ജലദോഷപ്പനി വന്നപ്പോഴും വയറിളക്കം വന്നപ്പോഴും BP കൂടിയപ്പോഴും ഒന്നും എനിക്ക് ഉപകാരപ്പെടുകയില്ല. ഇത്രയും എതിർപ്പുകളും പ്രതിസന്ധിയും വന്നപ്പോൾ എനിക്ക് പരവേശവും തലകർക്കവും BP കൂടുകയും വയറിളക്കവും ഒക്കെ ഉണ്ടായി. അതിന് മരുന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ഇവിടുത്തെ ആളല്ല, സിസ്റ്ററിന് ഇവിടുന്ന് മരുന്ന് കൊടുക്കരുതെന്ന് പ്രൊൻഷാളമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ എന്നെ കരുതിയിരുന്ന മദർ ഇപ്പോൾ ഒരു വലിയ ശത്രുവിനെ പോലെ ഒരു മരുന്നും എനിക്ക് തരുന്നില്ല. തലേ തേക്കാൻ ഇച്ചിരി എണ്ണ ചോദിച്ചപ്പോൾ ഇവിടുന്ന് സിസ്റ്ററിന് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എണ്ണ തന്നില്ല. പിന്നെ ഞാൻ അന്ന് പുറത്തിറങ്ങി അവിടെയുള്ള ഒരു സഹോദരനോട് എനിക്ക് എണ്ണ മേടിക്കാൻ പൈസ തരാമെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്ന പൈസ കൊണ്ട് ഞാൻ പുറത്ത് പോയി തലേ തേക്കാൻ എണ്ണയും ഇച്ചിരി പേസ്റ്റും വാങ്ങിക്കൊണ്ട് പോന്നു. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നത് പിന്നീട് പ്രൊൻഷാളമ്മയൊക്കെ പത്രത്തിൽ എഴുതി, ഞാൻ ആവശ്യം പോലെ ഷോപ്പിംഗ് ചെയ്യുന്നു, ഞാൻ സുഖമായി മഠത്തിൽ ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് നല്ല മരുന്നും എല്ലാം നന്നായി നടത്തി ഞാൻ നന്നായി കഴിയുന്നുവെന്ന്. അതൊക്കെ വെറും വ്യാജമാണ്. 2015 തന്നെ ഈ സംഭവം നടന്ന കാലത്ത് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ സിസ്റ്റർ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ സാഹചര്യമെല്ലാം കൃത്യമായിരുന്നു. അതുകൂടാതെ സിസ്റ്റർ വിശുദ്ധിയുള്ള, സഭയെ വിശ്വസ്തയോടെ സ്നേഹിച്ച് വളർത്തുന്ന നല്ല വിവേകമുള്ളൊരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ മനഃപൂർവ്വം ഈ തെറ്റിലേക്ക് വഴങ്ങിക്കൊടുത്തതല്ല, ബലം പ്രയോഗിച്ചുണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ വഴങ്ങേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാനായിട്ട് പിതാവ് നിർബന്ധിച്ചപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ വീണ കുഞ്ഞാടിനെ പോലെ നിസ്സഹായയായ സിസ്റ്ററാണെന്ന് എനിക്ക് ആത്മീയ ഷെയറിങ്ങിലൂടെ വ്യക്തിപരമായ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയതിലൂടെ മനസ്സിലായതുകൊണ്ട് ലോകത്തിൽ മറ്റാരുടെയും തെളിവുകൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു. എല്ലാവരും, ഞാൻ പറഞ്ഞ അധികാരികളും ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ച് കേട്ട സിസ്റ്റേഴ്സും സിസ്റ്ററിനെതിരായിട്ട് പറഞ്ഞെങ്കിലും എനിക്ക് ആരുടെയും തെളിവ് അതിനാവശ്യമില്ലായിരുന്നു. കാരണം സിസ്റ്റർ അനുഭവിച്ച വഴികളും സിസ്റ്റർ നേരിട്ട പ്രതിസന്ധിയും എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ടും ബിഷപ്പ് ഇത് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടും ചെയ്തെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടുമാണ് ഞാൻ അതിൽ സിസ്റ്റർ പറഞ്ഞത് വിശ്വസിക്കുകയും സിസ്റ്ററിനെ പിന്താങ്ങുകയും ചെയ്യുന്നത്.
സഹോദരന്മാർ പോലീസിൽ പരാതി കൊടുക്കുകയും 2 മണിയോടുകൂടി പോലീസുകാർ വന്ന് എൻ്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന രീതി അവർ കാണുകയും അവർ പിടിച്ചു വെച്ചിരുന്ന ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ഫോൺ കൊടുക്കുകയും ചെയ്തു. അമ്മച്ചിയുടെ അടുക്കൽ കുറച്ച് ദിവസം നിന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിൽ 2 വർഷം കൂടുമ്പോൾ 7 ദിവസത്തെ അവധിയേ ഉള്ളൂ എന്ന് പോലീസിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7 ദിവസത്തെ അവധിക്ക് സഹോദരന്മാരുടെ സംരക്ഷണയിൽ കൊടുത്തുവിടുക എന്ന് പറഞ്ഞ് പോലീസ് തന്നെയാണ് അപേക്ഷ എഴുതി അവർക്ക് കൊടുത്ത് എന്നെ സഹോദരന്മാരുടെ കൂടെ കൊണ്ടുവന്നത്. ഞാനിവിടെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് നിന്നു. പുറത്തെ ഒരു സ്ഥലത്ത് ഞാൻ പോയില്ല. ഇവിടെ നിന്ന് അമ്മച്ചി 7 ദിവസം ശുശ്രൂഷിച്ചതിന് ശേഷം ഞാൻ മഠത്തിൽ തിരിച്ചെത്തിയപ്പോൾ അന്ന് സഹോദരന്മാരും വന്നു കൊണ്ടുപോന്നു. പിന്നെ പോലീസുകാരുടെ നേതൃത്വത്തിൽ പോയതുകൊണ്ട് പോലീസുകാരും വന്നു. അവിടെ ചെന്നപ്പോൾ മഠത്തിൽ CC ക്യാമറ വയ്ക്കുകയും അതുവരെ അടച്ചിടാത്ത വാതിലുകളെല്ലാം പൂട്ടിയിടുകയും TV കാണാതിരിക്കാൻ TV റൂം ലോക്ക് ചെയ്യുകയും അങ്ങനെ ഒത്തിരിയേറെ ചട്ടവട്ടങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഒരു അകമ്പടിയോടുകൂടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ലിസി എവിടെയാണ്, ആരാണ്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന മുറിയിലൊക്കെ കയറി പരിശോധിച്ച് ഒരു മുറിയിൽ നിന്ന് മഹസർ എഴുതി. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററിന് ഇവിടെ നിൽക്കാൻ ഇനി കാലാവധിയില്ല. പ്രൊവിൻഷ്യാളമ്മ കേസ് തന്ന് കോടതിയിൽ നിന്ന് വിസ്തരിച്ചതനുസരിച്ച് കോടതിയിൽ നിന്ന് ഓർഡർ വന്നു, സിസ്റ്റർ എവിടെയെങ്കിലും അഗതി മന്ദിരത്തിലോ ഗവൺമെൻറ് സ്ഥാപനത്തിലോ പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇവർ കൂടുതൽ ദുരന്തമാക്കുകയാണല്ലോ എന്ന് മനസ്സിലായി. ഇതിനകം ഞാൻ ചെയ്യേണ്ടിയിരുന്ന ശുശ്രൂഷകൾ 5 തരം പ്രോഗ്രാം പ്രൊവിൻഷ്യാളമ്മ ഇടപെട്ട് ക്യാൻസലാക്കി. അതിൽ ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ നടത്താനിരുന്ന കോതാനല്ലൂരത്തെ കെരിക്മാഡ് ഇടാക്കെ പ്രോഗ്രാം ടീം അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യാനായിട്ട് ഞാൻ അകലെയാണെങ്കിലും അവർ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത കാര്യം കോതമംഗലം ബിഷപ്പ് ഹൗസിലെ ആൾക്കാരെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് അറിയിച്ച് അത് ക്യാൻസലാക്കി. എന്നോട് പറഞ്ഞു, ലിസിയോട് ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പൊക്കോളാൻ. ഞാൻ പറഞ്ഞു, ഞാൻ 37 കൊല്ലം മുമ്പ് സന്യാസഭ ക്ലാരമടത്തി കാലുകുത്തി 34 കൊല്ലമായി ഉടുപ്പിട്ട ആളാണ്. ഇനി മേലാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല. 7 ദിവസത്തെ അവധി തന്നു, അവധി കഴിഞ്ഞു വന്നു. എൻ്റെ ചട്ടപ്രകാരം ഞാൻ ഇവിടെ ജീവിക്കും. എനിക്ക് ജ്യോതിഭവന് ജീവിക്കണം, സക്രാരിയുള്ള ഈശോയുള്ള ഈ മഠത്തിൽ ജീവിച്ച് മരിക്കണം. അതല്ലാതെ ഞാൻ ഒരു വീട്ടിലേക്കും പോവുകയില്ല. അപ്പോൾ അവർ പറഞ്ഞു, വേറെ വല്ല അഗതി മന്ദിരത്തിലും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പൊക്കോളാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്, എങ്ങും പോവുകയില്ല എന്ന് പറഞ്ഞ് അവരോട് ഞാൻ തീർത്തു പറഞ്ഞു. അവിടെ താമസിച്ചു. ഇവിടെ നിൽക്കണം, ഇനി ഒരു ദിവസം പോലും നിൽക്കാനുള്ള കാലാവധി ഇല്ല, സിസ്റ്റർ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് കോടതിയെ സമീപിച്ച് ശരിയായ കാര്യം പറയണമെന്നോർത്തത്. കാരണം എൻ്റെ പ്രോവിൻസിലും സഭയിലുമുള്ള സിസ്റ്റേഴ്സിനോട് ഞാൻ അച്ചടക്ക ലംഘനം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ എന്നെ സ്ഥലം മാറ്റിയതാണ് എന്ന കാര്യം ആരോടും തന്നെ അവർ പറഞ്ഞിട്ടില്ല. അത് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ പേരിൽ ഇവരിങ്ങനെ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കുന്നതാണെന്ന് വ്യക്തമായി എനിക്കറിയാവുന്നത് കൊണ്ട്, ഇനി നീതിപീഠത്തെ തേടിയാൽ നീതി കിട്ടുമെന്നറിയാവുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കരുത്, ഇനി പോലീസ് പ്രൊട്ടക്ഷനും ഇല്ല, അവിടെ താമസിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വഴിയാധാരമായി എന്ന് മനസ്സിലായിട്ടാണ് നീതിപീഠത്തെ സമീപിക്കാനായിട്ട്, ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ആങ്ങളമാരോട് ചോദിച്ചതും അവർ സമീപിക്കാമെന്ന് പറഞ്ഞതും.